Now let's see another library. അതായത് പാൻഡാസ് ഡേറ്റ ഹാൻഡ്ലിംഗ് യൂസ് ചെയ്യുന്ന ഒരു ലൈബ്രറി ഉണ്ട്. സോ അതിൻ്റെ പേര് പാൻഡാസ് എന്നാണ്. സോ അതായത് ടാബുലർ ഫോമിലുള്ള ഡേറ്റാസ്. സോ ഇൻ എനി വേ നിങ്ങൾ നിങ്ങളുടെ ലോക്കൽ സിസ്റ്റത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ സോ അത് നിങ്ങൾ ഈ പറയുന്ന ലൈബ്രറീസ് ഇൻസ്റ്റാൾ ചെയ്യണം. അത് ആക്ച്വലി നിങ്ങൾ ടെർമിനലിൽ pip install എന്താണോ ലൈബ്രറിയുടെ പേര് അത് കൊടുത്താണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. പാൻഡാസിൻ്റെ കേസിലാണെങ്കിൽ pip install pandas എന്ന് കൊടുത്ത് വേണം ഇൻസ്റ്റാൾ ചെയ്യാൻ. കോലാബ് ഗൂഗിൾ കോലാബിൽ നമുക്ക് ആക്ച്വലി ഇതെല്ലാം ഇൻബിൽഡ് ഇൻസ്റ്റാൾ ചെയ്ത ഒരു വിർച്വൽ മെഷീനാണ് നമുക്ക് ലഭിക്കുന്നത്. സോ അതുകൊണ്ടാണ് അത് ഇൻസ്റ്റാളേഷൻ ഇല്ലാതെ തന്നെ ഇമ്പോർട്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. സോ ലോക്കൽ സിസ്റ്റത്തിൽ ട്രൈ ചെയ്യുമ്പോൾ അതായത് നിങ്ങളുടെ പേഴ്സണൽ ലാപ്ടോപ്പിൽ ട്രൈ ചെയ്യുവാണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യുക. ഓർ എൽസ് അനാക്കോണ്ട എൻവയോൺമെൻറ്റ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലും ഈ പറയുന്ന പോലെ പ്രീ ബിൽറ്റ് ആയിട്ട് കിട്ടാറുണ്ട്. So let's see some examples or the usages with pandas library. So pandas library നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതിനുള്ള ഫോർമാറ്റ് or similar to numpy, import pandas as pd. Then we need to load some data sets, so or need to create some tabular data. So let's try to create a tabular data and then create a data frame out of it. So pandas which നമ്മൾ ലോഡ് ചെയ്യുന്ന ഡേറ്റ അങ്ങനെ ലോഡ് ചെയ്തെടുക്കുന്നതിന് നമ്പയുടെ കേസിൽ നമ്പേ അറയാണ്. പക്ഷേ പാൻഡാസിൻ്റെ കേസിൽ നമുക്ക് വരുന്നത് ഡേറ്റ ഫ്രെയിം എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പ് ഒരു ഡേറ്റ സ്ട്രക്ചർ ആണ് വരുന്നത്. അതിനതിൻ്റെതായ ചില പ്ലസ് പോയിന്റ്സ് ആൻഡ് ഫീച്ചേഴ്സ് ഉണ്ട്, അത് നമുക്ക് കാണാം. സോ ഹിയർ ഞാൻ ഇവിടെ പാൻഡാസ് എന്ന് പറയുന്ന ലൈബ്രറി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നൗ എനിക്ക് അത് വെച്ചിട്ട് ഒരു ഡേറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഐ നീഡ് ടു ക്രിയേറ്റ് സം ഡെമ്മി ഡേറ്റ. വെതർ ഡേറ്റ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് ഐ ഹാവ് എ ലിസ്റ്റ് ഓഫ് വാല്യൂസ് ഓർ എ ലിസ്റ്റ് ഓഫ് ടപ്പിൾസ്. ഓരോ ടപ്പിളിൻ്റെ അകത്തും സെറ്റ് ഓഫ് വാല്യൂസ്. ഇത് ഫസ്റ്റ് റോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ദെൻ ഒരു സെക്കൻഡ് റോ കൂടി ഞാൻ അയക്കുന്നു. ഓക്കെ, സോ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് ടപ്പിൾസ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് എനിക്കിത് വെച്ചിട്ട് ഒരു ഡേറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ഗീവ് വേരിയബിൾ നെയിം. കോമൺലി കൊടുക്കുന്നത് df എന്ന് പറയുന്ന ഒരു നെയിമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയബിൾ നെയിം കൊടുക്കാം. ബട്ട് pd.dataframe എന്ന് പറയുന്ന ഫംഗ്ഷൻ ദെൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു വേരിയബിൾ നെയിം, then okay, let me try that first and then see what is inside that. See, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇപ്പോൾ കൊടുത്ത ഈ പറയുന്ന ഡേറ്റാസ് ഒരു ടാബുലർ ഫോമിൽ കാണിക്കുകയാണ്. ഒരു ഫസ്റ്റ് റോ ഉണ്ട്, ഒരു സെക്കൻഡ് റോ ഉണ്ട്, ദെൻ സം ഇൻഡെക്സ് വാല്യൂസ് ഓൾസോ ദെയർ. സോ എനിക്ക് ഈ ഒരു ടാബുലർ ഫോമിൽ ഈ ഇൻഡെക്സ് വാല്യൂസിന് പകരമായിട്ട് ഈ റെസ്പെക്റ്റീവ് കോളംസിന് ഒരു പേര് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ പേര് എനിക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കാം. സോ അനദർ പാരാമീറ്റർ പറഞ്ഞു കൊടുക്കണം, കോളംസ് ഈക്വൽസ് എന്ന് പറഞ്ഞിട്ട് ദ ലിസ്റ്റ് ഓഫ് കോളം നെയിംസ് ഈ ഒരു എക്സാക്ട് ഓർഡറിൽ. സോ എനിക്കുള്ളത് ഡേറ്റ് ഉണ്ട്, ദെൻ ടെമ്പറേച്ചർ, ദെൻ സംതിങ് ലൈക്ക് ക്ലൈമറ്റ്. ഓക്കെ, ദെൻ അതിനുശേഷം ആക്ച്വലി
ഓക്കെ, ഇതിന് ആക്ച്വലി 4 കോളംസ് ഉണ്ട്. സോ let me put something in between like print. Okay, now ഞാൻ ഈ DF ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക്, അതായത് ഈ ടൈറ്റിൽ വന്നിട്ടുണ്ട്, അതായത് ഡേറ്റ്, ഓരോ കോളംസിനും അതായത് നെയിം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഇൻഫർമേഷൻ ടാബുലർ ഫോമിൽ കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഇത് നമ്മൾ ആക്ച്വലി ഒരു ഡേറ്റ ടാബുലർ ഫോമിൽ അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് ടപ്പിൾസ് ആയിട്ട് കൊടുത്തതാണ് കാണുന്നത്. പക്ഷേ നമ്മൾ ഡേറ്റ സെറ്റ്സ് ഹാൻഡിൽ ചെയ്യുമ്പോൾ, മോസ്റ്റ്ലി കളക്ട് ചെയ്ത ഡേറ്റാസ് എല്ലാം ചെയ്യുമ്പോൾ, ആക്ച്വലി അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്, യൂഷ്വലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് CSV ഫയൽ ഓർ എക്സൽ ഫയൽ. നമുക്കെല്ലാവർക്കും എക്സൽ ഫയൽ, എക്സൽ ഫോർമാറ്റ് അറിയാം. അത് തന്നെ വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ട് പറഞ്ഞാൽ ഓരോ വാല്യൂസും ഒരു റോയിൽ വരുന്ന അല്ലെങ്കിൽ അതാത് കോളംസിൽ വരുന്ന വാല്യൂസ് കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നതിനാണ് കോമ സെപ്പറേറ്റഡ് വാല്യൂസ് ഓർ CSV. .csv എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷനാണ് അങ്ങനെയുള്ള ഫയലുകൾക്ക് വരുന്നത്. സോ അങ്ങനെയുള്ള ഒരു ഫയൽ എങ്ങനെ ഇതിലോട്ട് ലോഡ് ചെയ്യാം, റീഡ് ചെയ്യാം, ദെൻ വി ക്യാൻ ഇൻസ്പെക്ട് ദാറ്റ് ഫയൽ എന്നുള്ള കാര്യം നമുക്ക് നെക്സ്റ്റ് നോക്കാം. സോ അതിനായിട്ട് ഞാനൊരു സാമ്പിൾ ഫയൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത് ജസ്റ്റ് ഇൻസ്പെക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് കുറച്ച് കോഡ്സ് ഉണ്ട്, ദെൻ ന്യൂമറിക്കൽ വാല്യൂസ് അവൈലബിൾ ആണ്. സോ ഇതിൻ്റെ റോ ഫയൽ നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ടെക്സ്റ്റ് ഫയൽ ആയിരിക്കും, വിത്ത് സം കോമ സെപ്പറേറ്റഡ് വാല്യൂസ് ഓൺലി. സോ auto.mbg.csv അതാണ് ഫയലിൻ്റെ പേര്. ഇത് ഞാൻ ഓൾറെഡി ഇവിടെ അപ്ലോഡ് ചെയ്തതാണ്. സോ ബൈ ഡിഫോൾട്ടായിട്ട് ഈ ഒരു റൺ ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു സാമ്പിൾ ഡേറ്റ എന്ന് പറയുന്ന ഫോൾഡർ മാത്രമേ ഇവിടെ കാണുള്ളൂ. പക്ഷേ എനിക്കൊരു ഫയൽ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദെൻ റീഡ് ഇറ്റ് ഹിയർ, ഐ നീഡ് ടു ലൈക്ക് പ്രസ് ദിസ് അപ്ലോഡ് ബട്ടൺ ആൻഡ് അപ്ലോഡ് ദിസ് ഡേറ്റ സെറ്റ് ടു ദിസ് ലൈക്ക് ലോക്കൽ എൻവയോൺമെൻറ്റ്. എന്നാൽ മാത്രമേ എനിക്കിവിടെ ആക്സസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, സോ ഈ ഒരു CSV ഫയൽ റീഡ് ചെയ്യാനായിട്ടുള്ള കമാൻഡ് എന്ന് പറയുന്നത് pd.read_csv, ദെൻ ആ ഒരു ഫയൽ നെയിം പറഞ്ഞു കൊടുക്കണം. ഓക്കെ, സോ ഇവിടെ ആക്ച്വലി ഈ ഫയൽ ലോഡ് ചെയ്ത് അവിടെ തന്നെ അതിൻ്റെ പ്രിൻറ്റിങ് ഡേറ്റ ഫ്രെയിമായിട്ട് കാണിക്കുകയാണ്. സോ ഇവിടെ കണ്ടാൽ അറിയാം, ആദ്യത്തെ ഫസ്റ്റ് റോസ് വന്നിട്ടുണ്ട്, ദെൻ ഈ കുറച്ച് ഡോട്ട് കാണിക്കുന്നത് ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്. റെസ്പെക്റ്റീവ് ആയിട്ടുള്ള കോളംസ് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ഏറ്റവും ലാസ്റ്റിൽ വരുന്ന കുറച്ച് റോസ്, ദെൻ അനദർ 5 റോസ് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഡോട്ട് ഇട്ടതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇത് കണ്ടിന്യൂ ചെയ്യുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, സോ ഞാനിത് അഗെയിൻ വേരിയബിളിലോട്ട് അസൈൻ ചെയ്തു. സോ ചില ഡേറ്റ സെറ്റ്സിൽ അല്ലെങ്കിൽ നമ്മൾ നോർമലി ഹാൻഡിൽ ചെയ്യുന്ന ഡേറ്റ സെറ്റ്സിൽ ലൈക്ക് ഹൺഡ്രഡ്സ് ഓർ തൗസൻഡ്സ് ഓഫ് റോസ് ഉണ്ടാകും. സോ അതെല്ലാം കൂടെ ഒറ്റയടിക്ക് ഇങ്ങനെ ടാബുലർ ഫോമിൽ വിഷ്വലൈസ് ചെയ്യുന്നത് കുറച്ച് ചലഞ്ചിങ് ആയിരിക്കും. അങ്ങനെയുള്ള കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി കമാൻഡ് എന്ന് പറയുന്നത് df.head എന്ന് പറയുന്ന ഒരു കമാൻഡാണ്. അതായത് ഈ വേരിയബിളിൽ ഞാൻ ഇതിനെ ലോഡ് ചെയ്തു, അതൊരു ഡേറ്റ ഫ്രെയിമാണ്, അതിനെ ഞാൻ df.head വിളിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് 5 റോസ് വിത്ത് ഓൾ കോളംസ് അത് കാണിക്കും. ദെൻ ഇവിടെ എനിക്ക് വേണമെങ്കിൽ നമ്പർ ഓഫ് റോസ് ലിമിറ്റ് ചെയ്യാം. ഞാൻ 2 എന്നാണ് കൊടുത്തത് എന്നുണ്ടെങ്കിൽ ഇത് ആക്ച്വലി ഫസ്റ്റ് 2 റോസ് മാത്രമേ കാണിക്കത്തുള്ളൂ. Then there is similar another function which is called tail. So tail എന്ന് പറയുന്ന ഫംഗ്ഷൻ ആക്ച്വലി ടുവേർഡ്സ് ദ എൻഡ് ഓഫ്, അതായത് ഈ ഫയലിൻ്റെ അല്ലെങ്കിൽ ഈ ടേബിളിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ റോസ് എന്താണോ ഇവിടെ നമ്പർ കൊടുക്കുന്നത്, നമ്പർ ഒന്നും കൊടുത്തില്ലെങ്കിൽ ലാസ്റ്റ് 5 റോസ് ആയിരിക്കും കാണിക്കുക. അഗെയിൻ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് റോസ് ആയിരിക്കും ഫ്രം ദ ലാസ്റ്റ് പോയിന്റ് ഓഫ് ദ ഫയൽ ഇത് കാണിക്കുന്നത്. ഓക്കെ, സോ ഒരു ഡാറ്റ സെറ്റ് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം
ഇതിൽ എത്ര റോസ് ഉണ്ട്, എത്ര കോളംസ് ഉണ്ട് എന്ന് അറിയുക എന്നുള്ളതാണ്. അവിടെ നമുക്ക് ഷേപ്പ് എന്ന് പറയുന്ന സെയിം ആട്രിബ്യൂട്ട് നമ്മൾ നംപൈക്ക് യൂസ് ചെയ്ത് സെയിം ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ df.shape വിളിച്ചു കഴിഞ്ഞാൽ എത്ര റോസ് ഉണ്ട്, എത്ര കോളംസ് അവൈലബിൾ ആണ് ഈ ടേബിളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ്, let me see what all functions we can see. df.head. സോ ക്വിക്കായിട്ട് ഡാറ്റ ഇൻസ്പെക്ട് ചെയ്യാൻ ഇത് വളരെ യൂസ്ഫുൾ ആണ്. അതായത് ഓരോ കോളംസും അത് ന്യൂമറിക്കലാണോ അതോ സം കാറ്റഗറിക്കൽ വാല്യൂ ആണോ ഉള്ളത്, അതിൻ്റെ ഒരു എന്താണ് ഫ്ലോട്ടിംഗ് പോയിന്റ് ആണോ ഇൻഡിജർ ആണോ, കോളം നെയിംസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ df.head വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. നൗ എനിക്ക് ഇതിൽ ഏതെങ്കിലും ഒരു കോളം മാത്രമായിട്ട് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ഗീവ് അനദർ യൂസേജ്. അതായത് ഇവിടെ ഇൻഡെക്സിങ്ങിന് പകരം ഇവിടെ ആ കോളത്തിൻ്റെ പേര് കൊടുക്കുക. ഇവിടെ ഞാൻ MPG, അതായത് മൈൽസ് പെർ ഗാലൺ, ഇത് സംതിങ് അബൌട്ട് ഒരു കാറുകളെ സംബന്ധിച്ച ഒരു ഡാറ്റ സെറ്റാണ്. ഇതിൽ അതിൻ്റെ എന്താണ് മൈലേജ്, നമ്പർ ഓഫ് സിലിണ്ടേഴ്സ്, ഡിസ്പ്ലേസ്മെൻറ്റ്, ഹോഴ്സ് പവർ, വെയ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ. അതിൻ്റെ മോഡൽ നെയിം, അതൊക്കെയാണ് ഈ ഡാറ്റ സെറ്റിൽ മെയിനായിട്ടും ഉള്ളത്. ഇപ്പോൾ ഇതിൽ എനിക്ക് ഈ ഒരു കോളം മാത്രം, അതായത് എല്ലാ റോസ് വേണം, പക്ഷേ ഈ ഒരു കോളം മാത്രം മതിയെങ്കിൽ df ഓഫ് ഡബിൾ കോഡ്സിൽ MPG കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കോളം മാത്രമായിട്ട് അത് സ്ലൈസ് ചെയ്ത് തിരിച്ച് തരികയാണ് ചെയ്യുക. ദെൻ ഇതിന് തന്നെ മറ്റൊരു യൂസേജ് ഉണ്ട്. ഓർ ജസ്റ്റ് ഇഫ് യു വാണ്ട് ടു ചെക്ക്, അതായത് ഈ ഒരു കേസിൽ സിമ്പിളാണ്, അതായത് ഇത്രയും കോളംസേ ഇതിനുള്ളൂ, 9 കോളംസേ ഉള്ളൂ. പക്ഷേ ചില കേസിൽ ഒരു ലൈക്ക് 20 ഓർ അതിലും കൂടുതൽ വരാറുണ്ട്. സോ അങ്ങനെയുള്ള കേസിൽ അഗെയിൻ ഫസ്റ്റ് കുറച്ച് കോളംസ് കാണിച്ചിട്ട് നെക്സ്റ്റ് ഡോട്ട് വന്നിട്ട് ലാസ്റ്റ് കോളംസ് ആയിരിക്കും കാണിക്കുക. സോ അങ്ങനെയുള്ള കേസിൽ ഇതിൻ്റെ കോളംസിൻ്റെ നെയിംസ് ഒന്ന് ഇൻസ്പെക്ട് ചെയ്യുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അത് നമുക്ക് കിട്ടാനായിട്ട് df.columns എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന കോളംസ് ഒരു ഇൻഡെക്സ്, ഒരു കൈൻഡ് ഓഫ് ഡാറ്റ ടൈപ്പ് ഒബ്ജക്റ്റ് ആയിട്ട് കിട്ടും. ഇതിനെ നമുക്ക് ലിസ്റ്റ് ആക്കണമെങ്കിൽ ലിസ്റ്റ് കൊടുത്താൽ ലിസ്റ്റായിട്ട് തിരിച്ച് കിട്ടും. അത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. സോ ഇങ്ങനെ ഇതിൻ്റെ ഷേപ്പ് ആൻഡ് നമ്പർ ഓഫ് കോളംസ് നമുക്ക് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ സാധിക്കും. സോ നേരത്തെ കാണിച്ച എക്സാമ്പിളിൽ ലെറ്റ് മീ സീ, ഫസ്റ്റ് കോളം ഞാൻ ആക്സസ് ചെയ്തത് MPG ഈ ഒരു രീതിയിലാണ്. ദെൻ ദിസ് ഈസ് ഓൾസോ ഇക്വലൻ ടു എബവ് എക്സാമ്പിൾ, അതായത് df ഓഫ് MPG ഇങ്ങനെ കോഡ്സിൽ ഇൻഡെക്സ് ചെയ്ത് എടുക്കുന്നതും ഇങ്ങനെ കൊടുക്കുന്നതും ഇക്വലൻ്റ് ആണ്. സപ്പോസ് എനിക്ക് ഒന്നിലധികം കോളം ആവശ്യമാണ്, അതായത് എല്ലാ കോളംസും ആവശ്യമില്ല, പക്ഷേ ചില കോളംസ് മാത്രം ആവശ്യമുണ്ടെങ്കിൽ ഐ ക്യാൻ പാസ് ദ ലിസ്റ്റ് ഓഫ് കോളംസ് ഐ വാണ്ട് ടു സ്ലൈസ്. സോ ഞാനിവിടെ ആക്ച്വലി ലിസ്റ്റാണ് പാസ് ചെയ്യേണ്ടത്. സോ എനിക്കിതിൽ MPG ആൻഡ് വെയ്റ്റ് ഇതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും മാത്രമായിട്ട് കൊടുക്കുക. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ ഫസ്റ്റ് കോളവും ദെൻ വെയ്റ്റ് എന്ന് പറയുന്ന കോളവുമാണ് ഈ ഒരു ഇൻഡെക്സിങ്ങിൽ ഇൻഡെക്സ് ചെയ്ത് റിട്ടേൺ ചെയ്ത് വരുന്നത്. ഓക്കെ, സോ ഈ ഒരു കേസിൽ നമുക്ക് ആക്ച്വലി സപ്പോസ് ഇതിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്താൽ എന്ത് സംഭവിക്കും നോക്കാം. ഓക്കെ, ഞാനിവിടെ df ഓഫ് വെയ്റ്റ് കൊടുത്തതിന് ശേഷമാണ് ഇത് കൊടുത്തതെങ്കിൽ ഇതിൻ്റെ ഓർഡറും ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. സോ ഇൻ എനി കേസ് ഇഫ് യു വാണ്ട് ടു ചേഞ്ച് ദ ഓർഡർ ഫോർ സം റീസൺ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ദെൻ അഗെയിൻ അസൈൻ ടു എ ഡിഫറെൻറ്റ് വേരിയബിൾ, ദെൻ ആ പുതിയ ഡാറ്റ ഫ്രെയിമിൽ ഈ ഒരു ഓർഡറിലായിരിക്കും ഈ ടാബിൾ ഫോം ഉണ്ടാവുക. ദെൻ ഇതിൻ്റെ മറ്റൊരു യൂസേജ്, അതായത് ഇങ്ങനെ നിങ്ങൾ എന്തെങ്കിലും പ്രോസസ്സിങ് ചെയ്ത സോർട്ടിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സെലക്ഷൻ സ്ലൈസിങ് ചെയ്ത ഒരു ഡാറ്റ ഫ്രെയിം, അത് നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് ഒരു വഴിയുണ്ട്. അതായത് റീഡ് CSV പോലെ തന്നെ
റൈറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അതായത് to_CSV, ദെൻ ഒരു ഫയൽ നെയിം പറഞ്ഞു കൊടുക്കുക. സോ ഇവിടെ ആക്ച്വലി ഈ ഒരു ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ ആൻഡ് ഫയൽ നെയിം കൊടുത്തു കഴിഞ്ഞാൽ അതൊരു CSV ഫയലായിട്ട് റൈറ്റ് ആവും. സോ ഈ ഒരു കേസിൽ ഈ 2 കോളംസ് മാത്രമാണ് ഈ ഒരു ഡാറ്റ ഫ്രെയിമിലുള്ളത്, അതായിരിക്കും ഫയലിലോട്ട് റൈറ്റ് ആവുക. ആ ഫയൽ ആക്ച്വലി ഇവിടെ നമ്മുടെ വർക്ക് സ്പേസിൽ വന്ന് കിടക്കും. ഇവിടെ ആക്ച്വലി ഇത് ഇൻസ്പെക്ട് ചെയ്ത് നോക്കിയാൽ അറിയാം, നമ്മൾ സെലക്ട് ചെയ്ത 2 കോളംസ് അതിൻ്റെ ഓർഡർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അതാണ് ഈ ഫയലിൽ വരുന്നത്. സോ ഇത് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. പ്രോസസ്സിങ് ചെയ്തതിന് ശേഷം സേവ് ചെയ്യാനും പിന്നീടുത്തെ യൂസിന് വേണ്ടി പ്രിസർവ് ചെയ്ത് യൂസ് ചെയ്യാനും ഒക്കെ ഇത് ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, സോ ദെൻ ഈ ഒരു കേസിൽ, അതായത് നമ്മൾ ഇങ്ങനെ ഇത് ചെയ്യുന്ന യൂസേജ് ആണ് മോസ്റ്റ്ലി നമ്മൾ കണ്ടത്. പക്ഷേ ഒരുപക്ഷെ അതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഒരു കാര്യം ചെയ്യണം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇങ്ങനൊരു ഡേറ്റ കിട്ടി. സോ എനിക്ക് ഇവിടെ പല വെഹിക്കിൾസ് മോഡൽസ് ഉണ്ട്, അതിൻ്റെ മൈൽസ് പെർ ഗ്യാലൻ ഉണ്ട്. സോ എനിക്ക് സപ്പോസ് എനിക്ക് അറിയണം, അതായത് ഏത് കാർ മോഡലിനാണ് ഏറ്റവും കൂടുതൽ മൈൽസ് പെർ ഗ്യാലൻ ഉള്ളത്. സോ അതിനായിട്ട് നമുക്ക് ഇൻഡെക്സിങ്ങിൻ്റെ കുറച്ച് പ്രയോഗങ്ങൾ കണ്ടു നോക്കാം. സോ അതിന് നമുക്ക് ഇതിൻ്റെ MPG എന്ന് പറയുന്ന ഫീച്ചർ സെലക്ട് ചെയ്യുക, ദെൻ .max എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. സോ ഇതിൽ ആക്ച്വലി ഏതോ ഒരു ഡാറ്റ പോയിന്റിൽ, അതായത് ഏതോ ഒരു റോയിൽ മൈൽസ് പെർ ഗ്യാലൻ ഈസ് 46.6. സോ ഈ ഒരു പോയിന്റിന് ഇക്വലൻ്റ് ആയിട്ടുള്ള റോ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് അത് എനിക്ക് ആക്സസ് ചെയ്യണം. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഗെയിൻ ഇൻഡെക്സിങ്ങിൻ്റെ മറ്റൊരു യൂസേജ് ചെയ്യണം, അതായത് df of mpg double equals again index that. സോ ആക്ച്വലി നോക്കിയാൽ അറിയാം, ഈ ഒരു ഡാറ്റ പോയിന്റ് ആണ് അതിൻ്റെ ഏറ്റവും മാക്സിമം MPG വരുന്നത്. സോ ആ കാറിൻ്റെ മോഡൽ ഏതാണെന്ന് എനിക്ക് നോക്കാം, അതിൻ്റെ ഒറിജിൻ, ഇയർ, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ എനിക്ക് കിട്ടും. സോ ഇതിനാണ് ഏറ്റവും കൂടുതൽ മൈലേജ് ഉണ്ട് എന്ന് പറയുന്നത് ആസ് പെർ ദിസ് ഡേറ്റ. സോ അഗെയിൻ നമുക്ക് ഇതിൻ്റെ മിനിമം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ 9 MPG ഉള്ള ഒരു കാർ മോഡലാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെല്ലാം നമുക്ക് ക്വിക്കായിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ ഈ പാൻഡാസിൻ്റെ ഒരു പവർ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. സോ ലെറ്റ് us see അങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് കിട്ടിയ കാര്യത്തിൽ തന്നെ എനിക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു സ്പെസിഫിക് ഫീച്ചർ ഓർ സ്പെസിഫിക് കോളം മാത്രമായിട്ട് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ അഗെയിൻ ഫിൽറ്റർ ദിസ് തിങ്, ലൈക്ക് എനിക്കിതിൻ്റെ കാർ മോഡൽ മാത്രം അറിഞ്ഞാൽ മതിയെങ്കിൽ അഗെയിൻ ഞാനിവിടെ അതിനെ ആക്സസ് ചെയ്ത് എടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ കാർ നെയിം സ്പേസ്. ഓക്കെ, സോ ഇൻ ദിസ് കേസ് ആ ഒരു സെല്ല് മാത്രമായിട്ട് ഇത് റിട്ടേൺ ചെയ്ത് തിരിച്ചു തരും. ഓക്കെ, സോ ആക്ച്വലി പാൻഡാസ് ലൈബ്രറി വളരെ ഹെൽപ്ഫുള്ളാണ്, പവർഫുള്ളാണ് അത് യൂസ് ചെയ്യാനായിട്ട്. അതിൽ ആക്ച്വലി CSV ഫയൽസ് മാത്രമല്ല, നമുക്ക് എക്സൽ ഫയൽസും ലോഡ് ചെയ്ത് റീഡ് ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ യൂസേജസ്, അതായത് എങ്ങനെയാണത് ലോഡ് ചെയ്യുന്നതെന്ന്, അല്ലെങ്കിൽ എന്ത് ഫങ്ഷൻ വെച്ചിട്ടാണത് ലോഡ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിക്കാം. സോ ഒരു എക്സൽ ഫയൽ ലോഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡ് pd.read excel, then the file name sample file.xlsx, then then അതായത് മൾട്ടിപ്പിൾ ഷീറ്റ്സ് ഉള്ള ഒരു ഫയലാണെങ്കിൽ നമ്മൾ ആ ഷീറ്റ് നെയിം കൂടെ പറഞ്ഞു കൊടുക്കണം.
sheet name, name of the sheet. സോ ഇങ്ങനെ ഒരു ഫയൽ ഓൾറെഡി എനിക്ക് ഈ വർക്ക് സ്പേസിൽ ഇല്ല, അതുകൊണ്ട് അത് ലോഡ് ചെയ്ത് കാണിക്കാൻ പറ്റില്ല. ബട്ട് CSV ഫയൽ ലോഡ് ചെയ്ത ആ ജനറൽ ഫോർമാറ്റ് ഓർ ജനറൽ വേ ഓഫ് ഡൂയിങ് ആണ് ഇതിനും ഫോളോ ചെയ്യുന്നത്. ദെൻ ഇങ്ങനെ റീഡ് ചെയ്ത ഒരു ഡേറ്റ ഫ്രെയിം അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്ത ഒരു ഡേറ്റ ഫ്രെയിം നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ. ഫോർ എക്സാമ്പിൾ, okay, this data frame itself, let us try that. ഇതിൽ ഞാൻ actually I'm selecting some columns like car name and weight. Okay, ഇത് ഞാനൊരു ന്യൂ വേരിയബിളിലോട്ട് അസൈൻ ചെയ്യുന്നു. ന്യൂ TF. ദെൻ ഇത് റൈറ്റ് ചെയ്യാനായിട്ട് ആക്ച്വലി ഓർ എക്സൽ ഫയലായിട്ട് റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ 2 CSV നമ്മൾ കണ്ടു, അതുപോലെ തന്നെ df dot to underscore excel. ദെൻ നമുക്ക് ആ ഫയൽ പറഞ്ഞു കൊടുക്കണം. ഷീറ്റ് നെയിം ഉണ്ടെങ്കിൽ അതും പറഞ്ഞു കൊടുക്കണം. Again, I am giving here sheet name equals sheet 1. Okay, this is successfully executed and this Excel file has been created. So even non-machine learning ആയിട്ടുള്ള ടാസ്കുകൾക്ക് പോലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കൊരു എക്സൽ ഫയൽ ഉണ്ടെങ്കിൽ അതിനെ റീഡ് ചെയ്യാനും അതിൽ ഈ പറയുന്ന മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് വേരിയസ് ഓപ്പറേഷൻസ്, ഫിൽറ്ററിങ്, ലൈക്ക് കമ്പ്യൂട്ടേഷൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. മൾട്ടിപ്പിൾ ഷീറ്റ്സ് ആയിട്ടും വേണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാം. സോ പൈത്തൺ ആൻഡ് പാൻഡാസിൻ്റെ പവർ യൂസ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാക്കാൻ നമുക്ക് സാധിക്കും. So now let's see some other examples of our features of pandas data frame. So we have this data frame. Then let's see group by എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്. അതായത് എനിക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇയർ ഓഫ് ഒറിജിൻ മാത്രമുള്ള ഡേറ്റ പോയിന്റ്സ് ഗ്രൂപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ഗീവ് ദിസ് ഗ്രൂപ്പ് ബൈ കമാൻഡ്. സോ ഗ്രൂപ്പ് ബൈ, ഇവിടെ ഞാൻ കൊടുക്കുന്നു ഇയർ. Okay, let us try why that error comes. Okay, I think the name is model year. Okay, അതൊരു ഒബ്ജക്റ്റ് ആയിട്ടാണ് നമുക്ക് റിട്ടേൺ ചെയ്തിട്ടുള്ളത്. Now let's see how to access the individual elements, or let me assign this to a variable, then try to see. Okay, again this shows us another object. So now let's see how to access or what is inside that. So let me see. For x comma model print x print model underscore df. So here actually
നമുക്ക് സെറ്റ് ഓഫ് ഗ്രൂപ്പ് ബൈ ചെയ്ത കുറച്ച് ഔട്ട്പുട്ട്സ് ആണ് ഇതിൽ കിട്ടുന്നത്. ആക്ച്വലി ഇത് ലോട്ട് ഓഫ് ഡാറ്റ പോയിന്റ്സ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ. ഓക്കെ, സോ അതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം. ദർ ഈസ് അനദർ കമാൻഡ് കോൾഡ് സാമ്പിൾ. സോ ഹിയർ നമുക്കറിയാം, ഇവിടെ നമുക്ക് അറൗണ്ട് 398 റോസ് ഉണ്ട്. നമുക്കതിനെ സാമ്പിൾ ചെയ്തെടുക്കണം. അതായത് എനിക്ക് ഇതിൻ്റെ ഒരു 10% മാത്രമേ ആവശ്യമുള്ളെങ്കിൽ I can give something like this. So ഇങ്ങനെ സാമ്പിൾ ചെയ്ത് കഴിയുമ്പോൾ റാൻഡം ആയിട്ട് കുറച്ച് റോസ് ആയിരിക്കും ഇത് സാമ്പിൾ ചെയ്യുന്നത്. സോ ഇൻ ദിസ് കേസ് ഇവിടെ 40 റോസ് ആണുള്ളത്. ഓർ ഐ തിങ്ക് ഐ ക്യാൻ ഗീവ് ദ നമ്പർ ഇറ്റ് സെൽഫ്, ലൈക്ക് ഇഫ് ഐ വാണ്ട് ഓൺലി 10 റോസ് ഐ ക്യാൻ ഗീവ് ലൈക്ക് ദാറ്റ്. സോ ഇങ്ങനെ സാമ്പിൾ ചെയ്യുന്നത് റാൻഡം ആയിട്ട് സാമ്പിൾ ചെയ്ത് 10 റോസ് ആയിരിക്കും ഇതിൽ വരുന്നത്. ഓക്കെ, ദെൻ let me assign this to this. ഈ ഒരു വേരിയബിളിലോട്ട് തന്നെ അസൈൻ ചെയ്യാം. Now let's try this group by. I think I need to again do the group by. Okay, sample ചെയ്തു. Then again I need to do the group by, or else previous ആയിട്ടുള്ള ഇതിൽ തന്നെ ആയിരിക്കും റൺ ആവുക. And now if I print, see, so ഇവിടെ നമുക്ക് ആക്ച്വലി നമ്മൾ ഇയർ വൈസ് ആണ് ഗ്രൂപ്പ് ബൈ ചെയ്തത്. സോ ആക്ച്വലി ഇവിടെ 73 എന്ന് പറയുന്ന ഒരു ഇയർ, ആ ഇയറിൻ്റെ കോറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റ, ആ ഒരു ഇയറിൻ്റെ നമ്മൾ സാമ്പിൾ ചെയ്തെടുത്ത ഡേറ്റ ഫ്രെയിമിൽ ആ ഒരു ഇയറിൽ വരുന്ന കാർസ് ഏതൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. ദെൻ അനദർ ഇയർ ഈസ് 73, 75, 76 and then 77, 79, 80 etc. സോ നമ്മൾ കൊടുക്കുന്ന കോളം അനുസരിച്ച് ഗ്രൂപ്പ് ബൈ ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് നമുക്ക് ഗ്രൂപ്പ് ചെയ്ത് പ്രിൻ്റ് കാണാൻ സാധിക്കും. ഓക്കെ, ദെൻ അനദർ ഓപ്ഷൻ ഈസ് ആക്ച്വലി ഈ ഗ്രൂപ്പ് ബൈ ചെയ്ത, അതായത് ഈ ഒബ്ജക്റ്റിൽ നമുക്ക് സം ഓപ്പറേഷൻസ് ആർ പോസിബിൾ. ലൈക്ക് ഇഫ് ഐ ഗീവ് g.maximum, so with respect to model അത് ഗ്രൂപ്പ് ബൈ ചെയ്തിട്ടുണ്ട്. ദെൻ വിത്തിൻ ഈച്ച് ഗ്രൂപ്പ് ഓരോ പാരാമീറ്ററിൻ്റെയും മാക്സിമം വാല്യൂസ് ആണ് ഇത് കാണിക്കുക. അതായത് 73 ഇയറിൽ വരുന്ന അല്ലെങ്കിൽ മോഡൽ ഇയറിൽ വരുന്ന അക്രോസ് ഓൾ വെഹിക്കിൾസ് അതിൻ്റെ ഓരോ പാരാമീറ്ററിൻ്റെയും മാക്സിമം എന്താണെന്ന്, അതായത് മൈൽസ് പെർ ഗ്യാലൺ, സിലിണ്ടേഴ്സ്, displacement, horsepower, etc. Then we can give the mean command also. Just give me a minute. All right, so yeah, so then okay, I will show you some other example. Like
maybe much more simpler, like നമ്മൾ ഒരു ഡാറ്റ സെറ്റ് കിട്ടിക്കഴിയുമ്പോൾ ഇതുപോലെ ഡാറ്റ ഫ്രെയിം ആയിട്ട് ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ഓപ്പറേഷൻ. ഐ തിങ്ക് ഐ മിസ്ഡ് ഇറ്റ്. സംതിങ് ലൈക്ക് ഡോട്ട് ഡിസ്ക്രൈബ്. സോ ഈ ഒരു ഓപ്പറേഷൻ ആക്ച്വലി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കോളംസിൻ്റെയും ടോട്ടൽ നമ്പർ ഓഫ് ഓർ എലമെൻസിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ്, അതിൻ്റെ മീൻ വാല്യൂ, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മിനിമം, സം സ്റ്റാറ്റിസ്റ്റിക്കൽ തിങ്സ്, മിനിമം, മാക്സിമം, mean value, count, standard deviation, then there's percentile values. This percentile is actually the statistical percentile cutoff or point of each of the columns. So ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. അതായത് ക്വിക്കായിട്ട് ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാനായിട്ട് ഈ ഒരു ഡിസ്ക്രൈബ് ഓപ്ഷൻ, അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്പെക്ഷൻ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്ഫുൾ ആണ്. Now, okay, let's see some other example. Like നമ്മൾ നമ്പയുടെ കേസിൽ കണ്ട പോലെ ആക്ച്വലി ദർ ഈസ് തിങ്സ് ലൈക്ക് കൺകാറ്റിനേഷൻ ആൻഡ് സ്റ്റാക്കിംഗ് എക്സെട്ര. ഈ ഒരു ഓപ്പറേഷൻ ഉണ്ട്. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് കണ്ടു നോക്കാം. സോ ഫോർ ദാറ്റ് ടു വിഷ്വലൈസ്, ഹെൽപ്ഫുൾ ആയിട്ട് വിഷ്വലൈസ് ചെയ്യാനായിട്ട് നമുക്ക് ആക്ച്വലി ഒരു ചെറിയ ലൈക്ക് സിമ്പിൾ എക്സാമ്പിൾ ഓർ ഡാറ്റ സെറ്റ്, ഒരു ചെറിയൊരു ഡാറ്റ സെറ്റ് കൊടുത്തു നോക്കാം. സോ ഐ ആം ക്രിയേറ്റിംഗ് 2 data frames without loading from any file. Like let us see something like again weather. I need to pass some values here. So actually I can pass it here like a dictionary with some key value pairs. City, one column is city. Then I have the list. New York, then another column is named something like temperature, is something like (21, 14, 35). Then again humidity is also another list like 68, 65 and 75. And let's see, okay, there is some comma missing. So US weather is like this. Now let's create another data frame which is something like this. So I'm giving another thing here, but here I'm changing the variable name. City is like Indian cities only. And Delhi and Bangalore. Then temperature is something higher, I think. Then humidity, just giving some values like 60, 75, 78. So we have this US weather and India weather data frames. Now suppose if I want to concatenate
these two data frames, which is like either the concatenation can be like horizontal or vertical. So let's see how to do that. So the command is pd.concatenate. So I'm creating another data frame or variable name, whether US India, which is a combination of both these data frames. I can pass the variable names India weather, comma US weather. Then let's see what will happen. So it executed successfully. And if I give that name here, see, actually we had this New York, Chicago, Seattle, and then Mumbai, Delhi, Bangalore. Now നമ്മൾ ഫസ്റ്റ് കൊടുത്തത് ഇന്ത്യ വെതർ എന്ന് പറയുന്ന ഡേറ്റ ഫ്രെയിമാണ്. സോ അത് ഫസ്റ്റ് വന്നു. അതിൻ്റെ താഴെയായിട്ട് അനദർ ഡേറ്റ ഫ്രെയിം വന്നു. സോ ഇവിടെ നമ്മൾ ഡേറ്റ ഫ്രെയിംസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി കൊടുക്കുന്ന ഡേറ്റയിൽ സിറ്റി, ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി ആണ് നമ്മൾ കൊടുത്തത്. ബട്ട് ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഇൻഡെക്സ് വാല്യൂസ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ആക്ച്വലി ഒരു ന്യൂമറിക്കൽ നമ്പർ ഓരോ റോസിനും ബൈ ഡിഫോൾട്ടായിട്ട് ഇത് അസൈൻ ചെയ്യുന്നതാണ്. ഈ ഇൻഡെക്സിങ് യൂസ് ചെയ്തിട്ടും നമുക്ക് പല ഓപ്പറേഷൻസും പോസിബിൾ ആണ്. അതിന് ചില സ്പെസിഫിക് യൂസ് കേസസ് ഉണ്ട്, അത് നമുക്ക് കാണാം. സോ ജസ്റ്റ് ടു നോ ദാറ്റ് ഇങ്ങനെ രണ്ട് ഡേറ്റ ഫ്രെയിംസ് കൺകാറ്റനേറ്റ് ചെയ്യുമ്പോൾ ദർ ഈസ് ആക്ച്വലി ഈ ഇൻഡെക്സിങ് ആക്ച്വലി ഇതിപ്പോൾ ഫസ്റ്റ് ഡേറ്റ ഫ്രെയിമിൻ്റെ ഓർ ദ ഇന്ത്യ വെതറിൻ്റെ ഡേറ്റ ഫ്രെയിമിൻ്റെ ഇൻഡെക്സ് ആണ് കാണുന്നത്. ദെൻ ഇവിടെ കാണുന്നത് US വെതർ ഇൻഡെക്സ് ആണ്. ബട്ട് ഇങ്ങനെ ക്രിയേഷനിൽ നമുക്ക് ഈ പറയുന്ന സംഭവം റീസെറ്റ് ചെയ്ത് ഒരു സിംഗിൾ ഇൻഡെക്സ് ആക്കണമെന്നുണ്ടെങ്കിൽ we can give another parameter named like ignore index is equal to true. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറൻസ് ആക്ച്വലി ഇതെല്ലാം റീസെറ്റ് ആയിട്ട് കറക്റ്റ് ഓർഡിനൽ സ്റ്റാറ്റസിൽ ഓർഡിനൽ ആ ഒരു ഓർഡറിൽ തന്നെ 0, 1, 2, 3 up to n-1 എത്രയാണോ ഡേറ്റ പോയിന്റ്സ് ഉള്ളത് അവിടെ വരെ ഇൻഡെക്സിങ് കറക്റ്റായിട്ട് വരുന്നതായിരിക്കും. Now this is like vertical stacking. Now suppose if we want to do horizontal stacking. So to do that, again നമ്മൾ നമ്പറുടെ എക്സാമ്പിളിൽ ആക്സിസ് പാസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ നമ്മൾ കണ്ടു. ഹിയർ ഓൾസോ വി ക്യാൻ യൂസ് ദ സെയിം like same syntax. So let's try that. Like pd dot concat within list or within this we need to give the India weather US the score weather. Then we need to give another parameter called axis equals 1. See here actually ഇത് ഹൊറിസോണ്ടൽ ആയിട്ടാണ് കൺകാറ്റിനേഷൻ സംഭവിച്ചിട്ടുള്ളത്. So the first data frame comes here, then again the next data frame comes in the right side. ഇത് നേരെ തിരിച്ചു കൊടുത്തിരുന്നെങ്കിൽ US വെതറിൻ്റെ ഡേറ്റ ഫ്രെയിം ആയിരിക്കും ഫസ്റ്റ് വരിക, ഇന്ത്യ വെതറിൻ്റെ ഡേറ്റ ഫ്രെയിം നെക്സ്റ്റ് ആയിരിക്കും വരിക. See, so this is the result. Now one another important operation is actually merging of data frames. So ഏതെങ്കിലും ഒരു കോമൺ കോളം, സപ്പോസ് രണ്ട് സിറ്റിയിലും അവർ രണ്ട് കൺട്രീസിലും ഏതെങ്കിലും കോമൺ ഒരു കോളം ഉണ്ടെങ്കിൽ ബേസ്ഡ് ഓൺ ദാറ്റ് കോളം നമുക്ക് ഇതിനെ ജോയിൻ ചെയ്യാനുള്ള ഓപ്പറേഷൻസ് അവൈലബിൾ ആണ്. സോ അതിന് ഇൻ ജനറൽ മെർജിങ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന് മെർജിങ് കമാൻഡ് ഉണ്ട്. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് കാണാം.
So here actually pd dot merge എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് ഡേറ്റ ഫ്രെയിം പറഞ്ഞു കൊടുക്കണം. നെക്സ്റ്റ് ഡേറ്റ ഫ്രെയിം. ഇനി ബേസ്ഡ് ഓൺ വാട്ട് എന്നുള്ള ഒരു ചോദ്യമുണ്ട് ഇവിടെ. ആക്ച്വലി I need to give that column name or any column name which I would like to merge these two data frames based on. So in this case actually ഇവിടെ രണ്ട് ഡേറ്റ ഫ്രെയിമിലും കോമൺ ആയിട്ട് ഒരു സിറ്റിയും ഇല്ല. സോ അതുകൊണ്ടാണ് ഇതിനെ മെർജ് ചെയ്തപ്പോൾ ദർ ഈസ് നോ റിസൾട്ട്. കാരണം ആ കോമൺ സിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ബേസ്ഡ് ഓൺ ദാറ്റ് വി കുഡ് ഹാവ് മെർജ്ഡ്. സോ വേറെ ഏതെങ്കിലും വാല്യൂസ്, ടെമ്പറേച്ചർ ഈസ് ഡിഫറെൻറ്റ് all across, humidity is also different. Let's try to see, like, if suppose there was temperature same at some point. So actually here we have a 21, so I'm changing some of it of the India weather also to 21. Now let's see whether this will give any result. Okay, I need to then change based on what I should merge. Okay, so now actually based on this 21 value, this value is also copied, and this from the US weather value also copied. So there is SQL structured query languages നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല ടൈപ്പ് ഓഫ് മെർജിങ് ഓപ്പറേഷൻസ് അവൈലബിൾ ആണ്, ലൈക്ക് ഇന്നർ ജോയിൻ, ഔട്ടർ ജോയിൻ, എക്സെട്ര. സോ അതിന് ഡിഫറെൻറ്റ് യൂസ് കേസസ് ഉണ്ട്. സോ ബട്ട് ഇൻ ജനറൽ ദിസ് ഈസ് ഹൗ മെർജിങ് ഈസ് ബീങ് ഡൺ based on the common column which is available in both data frames. Now നമുക്കിതിൻ്റെ some of the slicing operations again ഇതിൽ പോസിബിൾ ആണ്. സോ അതിൽ നമുക്ക് മെയിനായിട്ടും രണ്ട് ഓപ്പറേഷൻസ് ആണ് വരുന്നത്. ലോക്ക് ആൻഡ് ഐലോക്ക് എന്ന് പറയുന്ന രണ്ട് അട്രിബ്യൂട്ട്സ് യൂസ് ചെയ്തിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കും. സോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ ഓർ ഡേറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം. pd.data frame. Okay, I'm just passing some numerical values with one column, 3, 1, 2, 3, 4, 5, and 6. Then I'm just passing the index values also, like 49, 48, 12, and 3. Oh, I need to give index equals. Okay, there is some mismatch across dimension 1, 2, 3, 4. Okay, now let's see what is inside that. So this is a simple DF. Now let's see how to slice this. So if I give, so this is the index actually, this 49, 48, 12, and 3. So if I give df dot lock column is to 2, in this case actually these two rows are being retained. Then in that case actually ഇവിടെ ഈ 2 എന്ന് നമ്മൾ പറഞ്ഞ് പാസ് ചെയ്യുന്നത് ആക്ച്വലി ഇതിൻ്റെ ഈ ഇൻഡെക്സ് വാല്യൂ ആണ്. സോ അപ് ടു 2 വരെയുള്ള ഇൻഡെക്സ് വാല്യൂസ് it will get accessed. If I give something like ilock, see in this case
ആക്ച്വലി ദിസ് ഇൻഡെക്സ് വാല്യൂ കൊറസ്പോണ്ടിങ് ആയിട്ടുള്ള, അതായത് 2 വരെയുള്ള ഇൻഡെക്സ് വാല്യൂസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ആ കേസിൽ നമ്മൾ ആക്ച്വലി ഇവിടെ ഫിൽറ്റർ ചെയ്ത് 49ഉം 48 മാത്രമേ ആ ഒരു കേസിൽ വരത്തുള്ളൂ. സോ വൺ ഈസ് വിത്ത് റെസ്പെക്ട് ടു ഓർഡിനൽ, അതിൻ്റെ ഒരു ഓർഡിനൽ ഓർഡറിന് കൊറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും. മറ്റേത് വരുന്നത് അതിൻ്റെ ഇൻഡെക്സ് ബേസ്ഡ് ഓൺ ദ സ്ലൈസിങ് ആയിരിക്കും സംഭവിക്കുക. സോ ഈ ഒരു കേസ് നമുക്ക് ആക്ച്വലി പല ഇൻഡെക്സ് ചെയ്ത ഒരു പർട്ടിക്കുലർ ഡാറ്റ പോയിന്റ് പിക്ക് ചെയ്തെടുക്കാനും അതിനെ റീപ്ലേസ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. ഓക്കെ, സോ നൗ നമ്മൾ ഡാറ്റ ഫ്രെയിം എന്ന് പറയുന്ന ഒരു യൂസ് കേസ് കണ്ടു. അതിൻ്റെ ഡിഫറെൻറ്റ് ഹൗ ടു ഡു മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് വിത്ത് ദാറ്റ് അങ്ങനെയുള്ള എക്സാമ്പിൾസ് കണ്ടു. നൗ ദർ ഈസ് അനദർ ഡാറ്റ സ്ട്രക്ചർ വിച്ച് ഈസ് കോൾഡ് പാൻഡാസ് സീരീസ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. സോ അതിന് നമുക്ക് അതിനും സെറ്റ് ഓഫ് സ്പെസിഫിക് ഓപ്പറേഷൻസ് അവൈലബിൾ ആണ്. സോ നമുക്ക് ഒരു സീരീസ്, പാൻഡാസ് സീരീസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിന് ലെറ്റ് മീ സീ ഗീവ് വൺ വേരിയബിൾ നെയിം, ആൻഡ് to create that I need to give pd.series. Then I need to pass a list of values to create something like, let's see, okay, then another one, like, or I can just check the d type t1 need to give. So it's actually created as int64. Then if I want to give some index to this series, I can give that index values also. Index equals like day 1, day 2, day 3, and day 4. So now if I print this again, it will actually list the series in this format, or print the series in this format. Now let me give some like filtering options. So what if I give something like city1 greater than 2. So here actually, let me visualize that also, then only we will get to see the difference. Okay, ഇവിടെ ഞാൻ city1 greater than 2 എന്ന് കൊടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ ഇൻസൈഡ് വാല്യൂസ്, അതായത് ഏതൊക്കെ വാല്യൂസ് ആണോ 2-നേക്കാൾ വലുതായിട്ടുള്ളത് അതിനെല്ലാം കൊറസ്പോണ്ടിങ് ആയിട്ട് ട്രൂ എന്ന വാല്യൂ, അല്ലാത്ത കേസിൽ ഫോൾസ് എന്ന വാല്യൂ വന്നിട്ട് ഒരു ബൈനറി കൈൻഡ് ഓഫ് വെക്റ്റർ നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നതാണ്. യൂസിങ് ദിസ് ഇൻഫർമേഷൻ നമുക്ക് ആക്ച്വലി ഫിൽറ്റർ ചെയ്യാനും സാധിക്കും. city1 ഓഫ് ദിസ് എക്സാമ്പിൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി 12 and 8 മാത്രമേ 2-നേക്കാൾ വലുതായിട്ട് ഈ ഒരു എക്സാമ്പിളിലുള്ളൂ. അതുകൊണ്ട് ആ റെസ്പെക്റ്റീവ് റോസ് മാത്രം ഫിൽറ്റർ ചെയ്ത് റിട്ടേൺ ചെയ്ത് വരുന്നതായിരിക്കും. സോ പാൻഡാസ് സീരീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഫിൽറ്ററിങ് ആക്ച്വലി പോസിബിൾ ആണ്. ഈവൻ ഡാറ്റ ഫ്രെയിമിൽ ഓൾസോ നമുക്ക് ഈ ഒരു ഫിൽറ്ററിങ് പോസിബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഈ ഒരു വെതർ US ഡേറ്റ നമ്മൾ മെർജ് ചെയ്ത ഈ ഒരു എക്സാമ്പിളിൽ let me see the content again. So here if എനിക്ക് another query or is like temperature greater than or less than some value അത് അറിയണമെന്നുണ്ടെങ്കിൽ
I can give that this like this, and then temperature less than like 30. So in that case, your example or like 20 is too low. Your example, two cities actually ഇവിടെ 30-ലും താഴെയായിട്ട് temperature വരുന്നത്, obviously from US. So the same concepts are equally applicable in like pandas series and data frames as well. Then another command or another function is like to look for null values. So if there is any null values ഉണ്ടെങ്കിൽ നമുക്കതിനെ ഈസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് സിറ്റി 1-ൻ്റെ എക്സാമ്പിൾ തന്നെ അത് ട്രൈ ചെയ്ത് നോക്കാം. city1 dot is na. So ഇവിടെ ആക്ച്വലി എല്ലാ വാല്യൂസും വാലിഡ് ആയിട്ടുള്ള വാല്യൂസ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എല്ലാം നൾ വാല്യൂസ് ഇല്ല. അതുകൊണ്ട് എല്ലാത്തിനും നമുക്ക് ഫോൾസ് 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 എന്ന് പറഞ്ഞിട്ട് ഇൻഫർമേഷൻ കിട്ടുന്നു. ഈവൻ നൾ വാല്യൂസ് ഉള്ള പോർഷൻസ് ഒഴിവാക്കി നമുക്ക് ആക്ച്വൽ വാലിഡ് ആയിട്ടുള്ള റോസ് മാത്രം എടുക്കണം എന്നുണ്ടെങ്കിൽ we can give this as this indexing condition like this. We can select and then filter out the remaining thing. So here actually എല്ലാം ആക്ച്വലി വാലിഡ് വാല്യൂസ് ഉള്ളതാണ്. സോ നൾ വാല്യൂസ് ഉള്ള റോസ് ഒന്നുമില്ല. സോ ആക്ച്വലി we need to invert that operation. Then only we will get the non-null value rows. Okay, so that is filtering. There is also another option like broadcasting operation. Like we can multiply each of the elements with some multiply or addition or those kind of operations. Suppose if I give city1 10, see now each of ഓരോ വാല്യൂസിന് 10 plus ആഡ് ചെയ്ത് ബ്രോഡ്കാസ്റ്റിംഗ് ഓപ്പറേഷൻ ചെയ്തിട്ടാണ് അതിൻ്റെ റിസൾട്ടാണ് ഇവിടെ വരുന്നത്. Similarly, we can give like subtraction or multiplication, etc. Or division also possible. Okay, so that's about mostly about series. Now let us see some other frequently used or when you actually work on such CSV files, importing these CSV files, etc., you will get to see some use cases. So let us read this file again. So I have my DF about the vehicle details, etc., regarding its different parameters. Now suppose I want to know another question I would like to get answered is like how many cylinders, like what are the unique number of cylinders possible? Like a car can have like I don't know, like 4, 5, 6 or 7 or up to some number. So what are the unique values possible for the cylinders? So to do that, I can do that. So to do, I need to first select the column cylinders. Then there is a function called value counts. So this will actually give like the ARF, not ref, actually the actual count of different type of counts. So mostly we can see like up to like the 4-cylinder engines are like the number of count of those are like 204, and 8-cylinder engines are like 103,
3 and 5 are like this, and 6 is 84. So like this way, we can inspect, like this is a very useful feature, or which you might will have to do when you do the exploratory data analysis in different name. Another thing I can check is like what all car names or model names are there, unique names. Car name dot value counts. So here you can see again different kind of car names, and the count of all those different types of car names available within this dataset. Then I think there is something called unique. Let's try that. Yeah, so this actually, if there is repetition, it will remove that repetition, and it will print the unique possible values within that column itself. So that is also another option available. So those are some of the main things we can do with a data frame. So let me see if there is anything else missing, or which you might be able to do and for the useful analysis. Yeah. Okay, there is something called like, yeah, so there is a way to get the values only. So let's see how to do that. Suppose we have this data frame with these nicely formatted columns and rows or column names, etc. in a table format. But suppose if we want to get is the result of this as a numpy array. So here actually this df.values function will take the values of this data frame and return it as a numpy array. So this is also another useful feature which you might be able to find it applicable in your example cases or whenever do some work. Then let me see if there is anything else. Yeah, we saw the example of indexing with columns. Yeah, there is one another useful thing which I forgot to mention. Like suppose you have this data frame and you want to like remove some columns. So to do that, so you can use the command called .drop and then pass the list of columns you would like to drop. So for example, if I want to drop this column named origin, I can give like this. Oh, okay, I need to give the axis also. This one. So actually the previous example, we had this origin column here, but now it's been dropped. So this is very particularly useful whenever you load some data sets for your project and you do some exploratory data analysis. അത് ചെയ്ത് കഴിയുമ്പോൾ ആ ഡേറ്റ ഇൻസ്പെക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നു ആ ഒരു കോളത്തിൽ എല്ലാം കോമൺ വാല്യൂസ് ആണ്. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ അതിൽ നൾ വാല്യൂസ് ഒരു പരിധിയിലധികം വരുന്നുണ്ട്. ഒരു ലൈക്ക് 50% എബോ നൾ വാല്യൂസ് ആണ്. ഒരു ഡേറ്റ ഇമ്പ്യൂട്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ അതിൽ
സാധിക്കില്ല എന്നാണെങ്കിൽ, ഇൻ ദാറ്റ് കേസ് we can drop that column and ആ കോളം ഡ്രോപ്പ് ചെയ്തിട്ട് റെസ്റ്റ് ഓഫ് ദ അനാലിസിസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ അങ്ങനെയുള്ള കേസിൽ ഈ ഡ്രോപ്പ് എന്ന് പറയുന്ന ഫങ്ഷനാലിറ്റി യൂസ്ഫുൾ ആണ്. സോ ഒന്നിലധികം കോളംസും നമുക്ക് അറ്റ് എ ടൈം ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കും. സോ ഇഫ് ഐ വാണ്ട് ടു ഡ്രോപ്പ് മൾട്ടിപ്പിൾ കോളംസ് ലൈക്ക് I don't want to, suppose if I don't want the car name also, I can give that also. So we are actually ഇവിടെ നമ്മൾ ലിസ്റ്റാണ് പാസ് ചെയ്യേണ്ടത്, ഏതൊക്കെ കോളംസ് ആണ് ഡ്രോപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത്. സോ അതും പോയി റിമൈനിങ് ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് വരുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ വേറൊരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്യാൻ സാധിക്കും. Let me assign to a new variable. Now let's inspect this. There are some statistical functions. We can actually use that, like you can give dot mean. Okay, I need to pass the axis also. Axis equals x. Or we can use the describe itself to get that information. So this also already has the mean, so there is no need to do it for separate columns. Okay, let me see if there is anything left. Yeah, I think there is something called sort by, which might be useful. Car new dot I'm not sure if this is the right usage. I don't think this is the right. Okay, there was something like that to do the sorting of this particular column, which I think you can refer and find out later. Then let's see, where is anything else left? Okay. So we looked at data loading, how to inspect the shapes, how to check the first few rows. We can give like df head, then how to check the last few rows like df dot tail, how to select a single column like giving df and within brackets the column name. How can we select multiple columns? That is also we have seen. Then we have seen like filtering rows based on like some conditions, some Boolean condition. That is also we have seen. പിന്നുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഹൗ ടു സേവ് ദിസ് പ്രോസസ്ഡ് ഡാറ്റ ഫ്രെയിം. ഇങ്ങനെ പ്രോസസ്സ് ചെയ്ത ഡാറ്റ ഫ്രെയിം എങ്ങനെ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അതിന് മെയിനായിട്ട് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് CSV ഫയലായിട്ട് സേവ് ചെയ്യാം, അല്ലെങ്കിൽ എക്സൽ ഫയലായിട്ടും സേവ് ചെയ്യാം. സോ CSV ഫയലായിട്ട് സേവ് ചെയ്യാനായിട്ട് to_CSV ഫയൽ നെയിം കൊടുക്കാം. എക്സൽ ഫയലായിട്ട് സേവ് ചെയ്യാനായിട്ട് to_Excel എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തും ചെയ്യാൻ സാധിക്കും. ഇനി എക്സലിൻ്റെ കേസിലാണെങ്കിൽ നമുക്കതിൻ്റെ ഷീറ്റ് നെയിം കൂടെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് ലൈക്ക് റീസാമ്പിളിങ്. സാമ്പിൾ ചെയ്ത് ഒരു ഡാറ്റ ഫ്രെയിമിൽ നിന്ന് സഡൻ റോസ് മാത്രമായിട്ട് എടുക്കണമെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ അത് യൂസ് ചെയ്യാം. ഒന്ന് df.sample കൊടുത്തിട്ട് എത്ര റോസ് സാമ്പിൾ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അനദർ ഈസ് ലൈക്ക് ഈ ടോട്ടൽ ഡാറ്റ സെറ്റ്സിൻ്റെ
എത്ര പെർസെൻറ്റേജ് സാമ്പിൾ ചെയ്യണം എന്നുള്ളത്, that is also we can mention. So that is about sampling the data frame. Then നമ്മൾ ഗ്രൂപ്പ് ബൈ എന്ന് പറയുന്ന എക്സാമ്പിൾ കണ്ടു. എങ്ങനെ ബേസ്ഡ് ഓൺ വൺ പർട്ടിക്കുലർ പാരാമീറ്റർ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ സാധിക്കും, ഓർ പർട്ടിക്കുലർ കോളം നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ സാധിക്കും. എങ്ങനെ ഗ്രൂപ്പ് ചെയ്തതിൻ്റെ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് how to we can give some commands like mean, median or something like that, how to do that. Then we saw some simple filtering like ചില ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ത്രഷോൾഡിന് മേളിലുള്ള, അതായത് മൈൽസ് പെർ ഗ്യാലൺ ഒരു പർട്ടിക്കുലർ ലെവലിന് മേളിലുള്ള വെഹിക്കിൾസിൻ്റെ മാത്രം ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ how to do that എന്ന് നമ്മൾ കണ്ടു. സംതിങ് ലൈക്ക് ഗിവിങ് ലൈക്ക് ഒരു ബൈനറി ഓർ റിലേഷണൽ എക്സ്പ്രഷൻ. ഫോർ എക്സാമ്പിൾ മൈൽസ് പെർ ഗാലൻ 25 എബോവ് ഉള്ളതാണ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ DF ഓഫ് MPG ഗ്രേറ്റർ ദാൻ 20 അങ്ങനെ ഒരു എക്സ്പ്രഷൻ കൊടുത്തു കഴിയുമ്പോൾ ഈ ഒരു ഡാറ്റ ഫ്രെയിമിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത് റിസൾട്ട് റിട്ടേൺ ചെയ്യുന്നതായിരിക്കും. ദെൻ ക്വിക്ക് ഇൻസ്പെക്ഷനിൽ നിന്ന് മറ്റൊരു ഇതാണ് DF.describe. അത് ഓരോ കോളത്തിൻ്റെയും സം സ്റ്റാറ്റിസ്റ്റിക്കൽ പാരാമീറ്റേഴ്സ് ലൈക്ക് കൗണ്ട്, മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മിനിമം വാല്യൂ ഓഫ് ദാറ്റ് കോളം, മാക്സിമം വാല്യൂ ഓഫ് ദാറ്റ് കോളം, പെർസെൻറ്റൈൽ വാല്യൂസ്, അതെല്ലാം പറയുന്നതായിരിക്കും. പിന്നെ നമ്മൾ കണ്ടത് ഇതിൻ്റെ ജസ്റ്റ് ലൈക്ക് മെർജിങ് ഓപ്പറേഷൻസ് ആണ്. രണ്ട് ഡാറ്റ ഫ്രെയിംസ്, രണ്ടോ അതിലധികമോ ഡാറ്റ ഫ്രെയിംസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്പയിൽ കണ്ട പോലെ തന്നെ കോളം വൈസ് വെർട്ടിക്കൽ വൈസ് ഓർ ഹൊറിസോണ്ടൽ വൈസ് നമുക്കത് മെർജ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ മെർജ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻഡെക്സ് വാല്യൂസ് വിൽ ലൈക്ക് അപ്പ് ആൻഡ് വൺ ആഫ്റ്റർ അനദർ. അതിനെ റീസെറ്റ് ചെയ്യാനായിട്ട് ഇഗ്നോർ ഇൻഡെക്സ് എന്ന് പറയുന്ന ഓപ്പറേഷൻസ് നമ്മൾ കണ്ടു. ദെൻ another option is like concatenation, which is actually concatenating to like combining two data frames. രണ്ട് ഡാറ്റ ഫ്രെയിംസിനെ ഇങ്ങനെ ഹോറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും കൺകാറ്റിനേറ്റ് ചെയ്യാമെന്നാണ് ഈ ഒരു എക്സാമ്പിളിൽ കാണിക്കുന്നത്. സോ അതിൽ ഹൊറിസോണ്ടൽ ആയിട്ട് കൺകാറ്റിനേറ്റ് ചെയ്യാനായിട്ട് ബൈ ഡിഫോൾട്ട് ആയിട്ട് ആക്സിസ് ഓർ വെർട്ടിക്കൽ ആയിട്ട് കൺകാറ്റിനേഷൻ ആണ് ആക്ച്വലി ബൈ ഡിഫോൾട്ട് ആയിട്ട് നടക്കുന്നത്. സോ അവിടെ ആക്സിസ് വാല്യൂ 0 ആയിരിക്കും. നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ട് കൺകാറ്റിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്സിസ് വാല്യൂ 1 കൊടുക്കണം. സോ ദെൻ സീരീസ് പാൻഡാസ് സീരീസിൻ്റെ കുറച്ച് ഓപ്പറേഷൻസ് നമ്മൾ കണ്ടു. ആ സീരീസിൽ ചെയ്യാൻ പറ്റുന്ന ചില ഫിൽറ്ററിങ് ഓപ്പറേഷൻസ്. ദെൻ ഇൻഡെക്സിങ് വിത്ത് iLock ആൻഡ് ലോക്ക്, ആ എക്സാമ്പിളും നമ്മൾ കണ്ടു. Then another important thing is like ഏതൊക്കെ കോളംസ് ഒരു പർട്ടിക്കുലർ ഡാറ്റ ഫ്രെയിമിൽ ഏതെങ്കിലും റോസിൽ അക്രോസ് കോളംസ് നൾ വാല്യൂസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ബേസ്ഡ് ഓൺ ദാറ്റ് നമുക്ക് ഫിൽറ്റർ ചെയ്യാനും നൾ വാല്യൂസ് ഇല്ലാത്ത റോസ് എക്സ്ട്രാക്ട് ചെയ്യാനും ദിസ് ലൈക്ക് ഈസ് എന്ന കമാൻഡ് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ കോളം നെയിംസ് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് DF.columns കൊടുത്താൽ കോളം നെയിംസ് കിട്ടും. അതുപോലെ തന്നെ ഒരു കോളത്തിൽ വരുന്ന യൂണീക്ക് വാല്യൂസ് കിട്ടാനായിട്ട് we can give the unique function here. Then this is another useful thing which you might be able to find it useful while doing your projects and all, like ഒരു കാറ്റഗറിക്കൽ കൗണ്ട് കിട്ടാനായിട്ട്. അതായത് നമുക്ക് കാറ്റഗറിക്കൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ കോളംസിൽ വന്നു കഴിയുമ്പോൾ അതിൽ ഓരോ കാറ്റഗറിയും എത്ര കൗണ്ട് വന്നു എന്ന് നമുക്ക് കൗണ്ട് ചെയ്ത് ഒരു ടാബുലർ ഫോമിൽ കിട്ടും. സോ ഇത് എപ്പോഴും ഏറ്റവും കൂടുതൽ യൂസ് വരുന്നത് ക്ലാസിഫിക്കേഷൻ അങ്ങനത്തെ പ്രോബ്ലംസിലാണ്. കാരണം നമുക്ക് ഒരു ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. സോ അത് അൽഗോരിതത്തിന് ലേൺ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. സോ അങ്ങനെ ഒരു ഈവൻ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ റീസാമ്പിളിംഗ് പോലുള്ള ടെക്നിക് യൂസ് ചെയ്യേണ്ടതാണ്.
Then we found like how to get the data frame into array, how to drop the columns, like one or more columns, and then like describe, etc. So those are the main things regarding NumPy array and pandas. NumPyയുടെ യൂസേജും പാൻഡാസിൻ്റെ യൂസേജും അതിൻ്റെ ഇനിയും ഒരുപാട് ഓപ്പറേഷൻസ് ഫങ്ഷൻസ് അതിൽ ബാക്കിയുണ്ട്. അത് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ നോക്കി മനസ്സിലാക്കാം. ബട്ട് ഒരു ഡാറ്റാ സയൻസ് പ്രോജക്റ്റ് ചെയ്യുമ്പോൾ മോസ്റ്റ്ലി യൂസിൽ വരുന്ന കുറേ ഫങ്ഷൻസും അതിൻ്റെ യൂസ് കേസസും എക്സാമ്പിൾസുമാണ് പരിചയപ്പെടുത്തിയത്.